സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. രണ്ട് പ്രധാന കാര്യങ്ങളാണ് വീഡിയോയിൽ ചേർത്തിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കുറവ് ലഭിക്കുന്നവർ അല്ലെങ്കിൽ ലഭിക്കാതെ ഇരിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ ജനുവരി മാസം ചില രേഖകൾ സമർപ്പിക്കേണ്ട വിഭാഗങ്ങളുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് വീഡിയോയിൽ ചേർത്തിട്ടുള്ളത്. അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. ഏറ്റവും ആദ്യം രേഖാ സമർപ്പണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ സംസ്ഥാനത്തെ പെൻഷൻ ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിലെ വിധവാ പെൻഷൻ ലഭിക്കുന്നതും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം ലഭിക്കുന്നവരുമുണ്ട്. 1600 രൂപ തന്നെയാണ് ഇവർക്കും ലഭിക്കുന്നത്. ഇങ്ങനെയുള്ളവർക്കാണ് ഇപ്പോൾ രേഖകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ധനവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. രേഖകൾ സമർപ്പിച്ചില്ല എങ്കിൽ ആനുകൂല്യം മുടങ്ങുമെന്ന് 2025 മുഴുവനുമായിട്ടും ആനുകൂല്യം മുടങ്ങുമെന്ന് സർക്കാർ മുൻപ് തന്നെ അറിയിച്ചിട്ടുണ്ട്. സമർപ്പിക്കേണ്ട രേഖ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റാണ്. ഓൺലൈൻ വഴി അപേക്ഷ വെച്ച് രേഖകൾ ആദ്യം നമുക്ക് ലഭിക്കണം. അതിനുശേഷം ഈ രേഖ നമ്മളുടെ തദ്ദേശ സ്ഥാപനത്തിൽ നേരിട്ട് ഏൽപ്പിക്കുകയും വേണം. ആധാറിൻ്റെ കോപ്പി കൂടി സമർപ്പിച്ച് വേണം രേഖകൾ സമർപ്പിക്കുന്നതിന്. നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് നിലവിൽ 60 വയസ്സിൽ താഴെയുള്ള ഗുണഭോക്താക്കളായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് രേഖ സമർപ്പിക്കുന്നതിന് വേണ്ടി ജനുവരി മാസം 31-ാം തീയതി വരെയൊക്കെയാണ് സമയം ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. എല്ലാ പഞ്ചായത്തുകളിലും ഈ അറിയിപ്പ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ല എങ്കിൽ നമ്മുടെ പെൻഷൻ തടയപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മളുടെ റേഷൻ കാർഡ്, അതോടൊപ്പം തന്നെ ആധാർ, ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ്, ഇതോടൊപ്പം തന്നെ വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം, ഇത്തരം രേഖകളെല്ലാമായിട്ട് വേണം ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ എത്തിച്ചേർന്ന് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ. ഈ ആപ്ലിക്കേഷൻ അപ്രൂവ് ആകുമ്പോൾ നമുക്ക് ഫോണിലേക്ക് സന്ദേശങ്ങൾ വരും. അല്ലെങ്കിൽ 2 ദിവസത്തിന് ശേഷം നമ്മൾ അന്വേഷിച്ചാൽ മതിയാകും, നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്ത് നമ്മളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ അവിടെ ഇത് നേരിട്ട് ഏൽപ്പിക്കണം. ഇതിനുശേഷം രേഖകളെല്ലാം പഞ്ചായത്ത് തലങ്ങളിലെ ഉദ്യോഗസ്ഥർ വെരിഫിക്കേഷൻ ചെയ്ത ശേഷം അത് ഫെബ്രുവരി മാസം 28-ാം തീയതി വരെ അവർക്ക് സമയം അനുവദിച്ചിട്ടുണ്ട്. സേവനയുടെ സൈറ്റിലേക്ക് ഉദ്യോഗസ്ഥർ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് 2025 ഫെബ്രുവരി 28 ആകുമ്പോഴേക്കും സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ രേഖ സമർപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ രേഖകൾ സമർപ്പിച്ച് കഴിയുമ്പോൾ അത് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കില്ല. കാരണം എല്ലാവരുടെയും രേഖകൾ എത്തിച്ചേർന്ന ശേഷം ഒരുമിച്ചായിരിക്കും ഇതെല്ലാം തന്നെ സേവനയുടെ സൈറ്റിലേക്ക് ഉദ്യോഗസ്ഥർ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് പെൻഷൻ ഇവിടെ തടസ്സപ്പെടുന്നില്ല. രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട് എന്നൊരു കാര്യങ്ങളിൽ ഉറപ്പുവരുത്തിയാൽ മതിയാകും. ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ ലഭിക്കുന്നവരുണ്ട്. 7 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് നമ്മുടെ സംസ്ഥാനത്തെ കേന്ദ്ര പെൻഷൻ ലഭിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും വെവ്വേറെയായിട്ട് ലഭിക്കുന്നവരാണ് ഈ 7 ലക്ഷം വരുന്ന ഗുണഭോക്താക്കൾ. അതും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ദേശീയ വിധവാ പെൻഷൻ, അതോടൊപ്പം തന്നെ ഭിന്നശേഷി ആനുകൂല്യം, ഈ 3 സ്കീമിൽ ഉൾപ്പെടുന്നവർക്കാണ് 200, 300, 500 എന്നിങ്ങനെ തുക കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ട് ലഭിക്കുന്നത്. അത് നാളുകളായിട്ട് മുടങ്ങുമ്പോൾ അതിൻ്റെ പ്രധാന കാരണം ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്ങിലെ പിഴവുകളായിരിക്കും. ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ ഇതിൻ്റെ സഹായം നൽകുകയുള്ളൂ എന്നും അതും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിലേക്കാണ് നൽകുക എന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തുക തുടർച്ചയായിട്ട് നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം. നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. അതിനുവേണ്ടി നമ്മുടെ ഗൂഗിൾ ക്രോമിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി. ലിങ്കുകൾ കാണാൻ സാധിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആധാർ നമ്പർ, മറ്റ് വിശദാംശങ്ങൾ നൽകി സ്റ്റാറ്റസ് പരിശോധിക്കാം. അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ അതായിരിക്കും അതിൻ്റെ പ്രശ്നം. ഇനി അക്കൗണ്ട് ലിങ്ക് ആയിട്ടുണ്ട് പക്ഷേ ധനസഹായം എത്തിച്ചേരുന്നില്ല എങ്കിൽ നമ്മളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരോട് കൃത്യമായിട്ട് നമ്മൾ അറിയിക്കണം. അതിനുശേഷം ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്തുകയോ അല്ലെങ്കിൽ പുതിയ അക്കൗണ്ട്, പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ അവിടേക്ക് തുക ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് വീഡിയോയിൽ ഷെയർ ചെയ്തത്. എല്ലാവരിലേക്കും ഈ പൊതു അറിയിപ്പുകളൊന്ന് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.